അയ്യപ്പേട്ട, ഇന്നലെയാണ് നമ്മളെ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിലുണ്ടായ പാരഡി പാട്ടിൻ്റെ FIR ഇട്ട് കുറേ പേർക്കെതിരെ കേസെടുക്കാനൊക്കെ തീരുമാനിച്ചു. ഇപ്പോൾ 24 മണിക്കൂർ പോലും ആയില്ല, ആ കേസെല്ലാം പിൻവലിച്ചു. അതിനുശേഷം ഇന്നലെ വൈകിട്ടുണ്ടാകുന്നു ഒരു CID പോലീസ് അതിക്രമം ഉണ്ടാകുന്നു. ഒരു ഗർഭിണിയായ യുവതിയെ മുഖത്തടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇല്ലെല്ലാം ഭയങ്കര ക്രൂരമായ ഒരു അടിയാണ് അടിച്ചത്. ഭയങ്കര നമ്മളെ നെഞ്ചുലക്കുന്ന അടിയാണ് അടിച്ചത്. അപ്പോൾ ഈ എല്ലാം ഇപ്പോൾ ക്രമസമാധാന ചുമതല പോയി. ഇപ്പോൾ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പോസ്തലന്മാരായ അവർക്ക് ഇപ്പോൾ 24 മണിക്കൂറിനകം അവരുടെ തീരുമാനം തിരുത്തേണ്ടി വന്നു. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ പടിയിറങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങളാണോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ശരിയാണ് ദുബൈലെ. പിണറായി വിജയൻ എന്ന പാർട്ടിക്കകത്തെ അധികായന് സംസ്ഥാന രാഷ്ട്രീയത്തിലെ അധികായൻ്റെ പടിയിറക്കം ആരംഭിച്ചു കഴിഞ്ഞു. അല്പം മുമ്പ് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായ ഒരു യുവാവ് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളിങ്ങനെ പിണറായി വിജയനെ വെറുതെ പഴി പറയരുതെന്ന്. ഞാൻ പറഞ്ഞു, പിണറായി വിജയനെ വെറുതെ പഴി പറയാൻ ഈ കണ്ട സാമൂഹ്യ മാധ്യമങ്ങൾ ഇരിക്കുന്നവർക്ക് ഭ്രാന്തൊന്നുമില്ല. പഴി പറയത്തക്ക രീതിയിൽ അദ്ദേഹം ചെയ്തു കൂട്ടിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ട് പിണറായി വിജയൻ്റെ പടിയിറക്കമെന്ന് നമ്മളോട് ചോദിച്ചാൽ, പാർട്ടിയിൽ അദ്ദേഹം ഒറ്റപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അതായത് മൂന്നാമതൊരിക്കൽ കൂടി ഭരണത്തിൽ വരുമെന്ന് സാധാരണക്കാരൻ വരെ പറഞ്ഞ ഒരു സമയമുണ്ടായിരുന്നു. നമ്മൾ ഈ തീവണ്ടി യാത്രയൊക്കെ ചെയ്യുന്നവരാണ്. തുഫേൽ നാട്ടിൽ പോകും, ഭാര്യ വീട്ടിൽ കണ്ണൂർ പോകും, ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൽ പോകും. അപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ ചില വ്യവസായികളൊക്കെ ട്രെയിനിൽ നമ്മൾ ഇരുന്ന് പോകുമ്പോൾ നമ്മളെ കൂടെ നമ്മൾ അങ്ങനെ AC യിലൊന്നല്ല പോകുന്നത്, എങ്കിലും നമ്മൾ പോകുന്ന കമ്പാർട്ട്മെൻറ്റിൽ സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ അടുത്തിരിക്കുന്നവർ ദീർഘദൂര യാത്രയിൽ അവസാന മണിക്കൂറുകൾ ചിലപ്പോൾ നമ്മൾ സംസാരിച്ചെന്ന് വരും. സംസാരിക്കുമ്പോൾ അവർ പറയും, അടുത്തത് ഇവർ തന്നെ വരാനാണ് സാധ്യത, കാരണം മറ്റുള്ളവർക്ക് അത്ര ശക്തിയില്ല എന്ന്. പക്ഷേ ഇപ്പോൾ തദ്ദേശ ഇലക്ഷനിൽ നമ്മൾ കണ്ടത് അങ്ങനെ ഒരു പ്രതിപക്ഷത്തിൻ്റെ ബദൽ ഉയർന്നു കഴിഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ബദലോ പ്രതിപക്ഷത്തിന്റെ ഉരുക്കു കോട്ടയോ എന്നല്ല ഇവിടെ കണ്ടത്. അതുപോലെ അങ്ങനെ പ്രതിപക്ഷത്തെ നമുക്ക് അവരെ ആശ്ലേഷിക്കാൻ അവരുടെ ഒന്നുമില്ല. അവർക്കൊരു യൂണിറ്റ് പോലും ഇതുവരെ ഉണ്ടായിരുന്നില്ല. ആകെ VD സതീശൻ മാത്രമാണുള്ളത്. ഇവിടെ സമൂഹം പിണറായി വിജയനെ താറ്റി എറിയുന്നു, അതിന്റെ സപ്പോർട്ട് ചെല്ലുന്നത് കോൺഗ്രസിനാണെന്നേ ഉള്ളൂ. വെറുത്തു. പിണറായി വിജയനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും വെറുത്തതിന്റെ ക്രെഡിറ്റ് ഓട്ടോമാറ്റിക്കലി കോൺഗ്രസിന് ചെല്ലുന്നതാണ്. കോൺഗ്രസിന് എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്, ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത്. നമ്മൾ ഈ ഇലക്ഷന്റെ മുമ്പ്, അതായത് ഈ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ മുമ്പ് നമ്മൾ 2-3 തവണ ഞാനും അയ്യപ്പേട്ടനും ചർച്ചകളിൽ പറഞ്ഞത്, പ്രതിപക്ഷത്തിന് ഭരണവിരുദ്ധ വികാരം ജനങ്ങളെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റിയിട്ടില്ല എന്നൊരു. തീർച്ചയായിട്ടും. പക്ഷേ പ്രതിപക്ഷത്തിന്റെ റോൾ നന്നായി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ 50% ചെയ്യുന്നു. അത് ചെയ്യുന്നത് VD സതീശൻ എന്ന് പറയുന്ന നേതാവ് ഒറ്റയാളാണ്. പിന്നെ ചെറുപ്പക്കാരനായ ആ രാഹുൽ മാങ്കൂട്ടം ചെയ്തുകൊണ്ടിരുന്നു. പറഞ്ഞോളൂ തുഫേൽ. ഞാൻ പറഞ്ഞത്, അന്ന് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഒരു ചാനൽ ചർച്ചയിൽ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകൻ സജീവൻ പറഞ്ഞൊരു നിരീക്ഷണം ഞാൻ ചേട്ടനോട് പറഞ്ഞത്. അന്ന് അദ്ദേഹം പറയുന്നു, പ്രതിപക്ഷം പറയുന്നുണ്ട് ഇവിടെ കഴിഞ്ഞ 9.5 വർഷമായിട്ട് ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട്, ജനങ്ങൾ മടുത്തു എന്നൊക്കെ പറയുന്നു. അന്ന് അദ്ദേഹം പറയുന്നു, പ്രതിപക്ഷം പറയുന്ന ഈ ഭരണവിരുദ്ധ വികാരം ജനങ്ങളെ കൺവിൻസ് ചെയ്യിക്കുന്ന കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. സജീവനെ പോലെ സജീവൻ, നമ്മളെ സജീവൻ സാറെന്നാ ഞാനൊക്കെ പറയുന്നത്. അദ്ദേഹം കോഴിക്കോട് കേരളമുദിയുടെ ചീഫായിരുന്ന ആളാണ്, സുപ്രഭാതത്തിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ. അതെ, ഒരു സീനിയർ പത്രപ്രവർത്തകൻ. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു അവലോകനം നടത്തുമ്പോൾ അദ്ദേഹം പറയുന്ന നിരീക്ഷണം വളരെ ശരിയാണ്. കാര്യം കാലങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്, എപ്പോഴൊക്കെ കോൺഗ്രസിന് ഭരണം കിട്ടിയിട്ടുണ്ടോ അതൊക്കെ ഓട്ടോമാറ്റിക്കലി അവരിലേക്ക് ചെന്ന് കയറുന്നതാണ്, കൈനനയാതെ കിട്ടുന്നതാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ 2011 ഓർമ്മയുണ്ടല്ലോ, 2011 ആരാ ഇവിടെ ഭരിച്ചിരുന്നത്? VS ആണ് ഭരിച്ചിരുന്നത്. 2006 മുതൽ 2011 VS. ഉമ്മൻചാണ്ടി ആ ഭരണം കിട്ടുന്നതിന്റെ കാരണം 2 സീറ്റിലാണ് പോയത്. അന്ന് ഇവിടെ പിണറായി വിജയൻ അടങ്ങുന്ന CPM-ന്റെ ഔദ്യോഗിക പക്ഷമാണ് VS ഒരിക്കൽ കൂടെ ഭരണത്തിൽ കയറാതിരിക്കാൻ. അപ്പൊ നമ്മൾ ഇതിൽ പറഞ്ഞു വരുന്നത്, പിണറായി വിജയന്റെ പടിയിറക്കം എന്ന് ചോദിച്ചാൽ പിണറായി പാർട്ടിക്കകത്ത് ഒറ്റപ്പെടുന്നു. അതിന്റെ കാരണങ്ങൾ ഈ CPM എന്ന് പറയുന്ന പാർട്ടി ഭൗതിക തലത്തിൽ ഒന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തുഫേൽ സംസാരിച്ചോ പറഞ്ഞു. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇടത് ബദലിന് മാത്രമേ ചിന്തിക്കാൻ കഴിയൂ. ഇടത് ബദൽ വെറും ബദലല്ല, ഇടത് ചിന്തയുടെ ഭാഗമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിക്കകത്ത് ഒറ്റപ്പെട്ടു, അവരുടെ LDF മുന്നണിയിൽ ഒറ്റപ്പെട്ടു. ഒന്ന് PM ശ്രീ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ മുക്കിന് RSSനെ വിമർശിക്കുന്ന പാർട്ടിയാണ് CPM. നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് സമയത്തോ മറ്റോ ആണ് MP ഗോവിന്ദൻ RSSന്റെ അടിയന്തരാവസ്ഥ കാലത്തിന്റെ വാർഷികം വന്ന സമയത്ത് MP ഗോവിന്ദൻ ഒരു വേള പറഞ്ഞു, അടിയന്തരാവസ്ഥ കാലത്ത് നമ്മൾ RSSുമായി കൂട്ടുചേർന്നിരുന്ന ഒരു വാക്ക്, ഒരു വീഴ്വാക്ക്, അങ്ങനെ ഒരു പാഴ്വാക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ. അതായത് നമ്മുടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മാതൃഭൂമിയില് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അഭിലാഷ് മോഹനുമായിട്ട് കൊടുത്ത അഭിമുഖത്തിന് പുള്ളി ഭയങ്കര കൂളായിട്ടാണ് പറയുന്നത്. RSന്റെ വോട്ട് മേടിച്ചിട്ട് RSന് വോട്ട് ചെയ്തിട്ടുണ്ട്, അതായത് പരസ്യമായിട്ട് പറഞ്ഞ. അപ്പൊ അഭിലാഷ് ചോദിക്കുന്നുണ്ട്,
മാഷെ ഇത് വിവാദമാവും എന്ന രീതിയിൽ പറയുമ്പോൾ അത്രയും അടുപ്പ് അഭിലാഷൻ ഉള്ളതുകൊണ്ടാണ് അഭിലാഷമായിട്ടുള്ള സാധാരണ ഇന്റർവ്യൂ പോലെയല്ല, കുറെ കൂടി Intimacy മാനസികമായ അടുപ്പം നമുക്ക് ആ ഇന്റർവ്യൂവിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അഭിലാഷ് ചോദിക്കുന്നുണ്ട് ഇത് വിവാദമാവുന്ന പറഞ്ഞപ്പോ അതിപ്പോ എന്താണ് ഞങ്ങൾ ഉള്ള കാര്യം പുള്ളി വളരെ കൂളായിട്ട് നിഷേധിക്കുന്നില്ല. പിന്നീട് എതിർക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഗോവിന്ദൻ വെറുതെ വീഴ്വാക്ക് പറഞ്ഞതല്ല. പിറ്റേ ദിവസം അതിൽ ഏറ്റവും കൗതുക രസം, അതായത് മറ്റേ ഈ നിലമ്പൂർ ഇലക്ഷന്റെ തലേദിവസം വൈകുന്നേരം വാർത്താ സമ്മേളനം വിളിച്ചു പിണറായി വിജയൻ. അന്ന് ഈ RSSന്റെ എന്തോ ബുക്ക് വിചാരധാരയാണോ ഏതോ ഞാൻ ഓർക്കുന്നില്ല, ഏതോ ബുക്കൊക്കെ ആയിട്ടാ കൂടി വാർത്താ സമ്മേളനത്തിൽ വന്നത്. ലൈവായിട്ട് ഈ ബുക്കൊക്കെ തുറന്ന് വായിക്കുന്നുണ്ടായിരുന്നു പിണറായി വിജയൻ. പുള്ളിക്കറിയാം പിടിവിട്ടുപോയെന്ന് മനസ്സിലായി. തീർച്ചയായിട്ടും. അപ്പൊ അദ്ദേഹം അന്ന് പറഞ്ഞത് പാഴ്വാക്ക് പറയുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞത്. അന്ന് RSSന്റെ കൂടെ ചേർന്ന് നിന്നു എന്ന് പറഞ്ഞെങ്കിൽ അത് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന സംഭവമാണ്. അപ്പൊ ആ സംഭവം നിൽക്കുന്ന എം വി ഗോവിന്ദൻ പറഞ്ഞതിനെ എതിർത്ത പിണറായി വിജയൻ PM ശ്രീ പദ്ധതിയിൽ ഡൽഹിയിൽ പോയി ഈ ഉടമ്പടി കരാർ ഒപ്പിട്ട് വന്നതിനെ ഈ പാർട്ടി ആദ്യം എതിർത്തു, CPI എതിർത്തു. പിന്നീടാണ് ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇടപെടുന്നത്, ഇവിടുത്തെ സംസ്ഥാന കമ്മിറ്റി ഇടപെടുന്നത്. അപ്പം അത് തന്നെ പിണറായി വിജയന് ഒരു ഡ്രോബാക്കാണ്. എന്തൊക്കെയായാലും അവസാന വാക്ക് പിണറായി ആയിരുന്നു. അതായത് VS മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി പാർട്ടിയുടെ അവസാന വാക്ക്, സർക്കാരിൻ്റെ അവസാന വാക്ക് താനാണെന്നാണ് ഇദ്ദേഹം ഉറപ്പിച്ചത്. ആ പിണറായി വിജയൻ PM ശ്രീ പദ്ധതിയിൽ ഒറ്റപ്പെട്ടതുപോലെ ഇപ്പോൾ VC-മാരുടെ നിയമത്തിൽ ഒരിക്കൽ കൂടി അദ്ദേഹം പാർട്ടിയിൽ ഒറ്റപ്പെടുത്തും. പാർട്ടിയിൽ സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞാൽ CPM-ന്റെ നാളിതുവരെ അവസാന വാക്കായിരുന്ന പിണറായി വിജയൻ ഇതാ പാർട്ടിയിൽ ഈ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പാർട്ടിയിൽ അതാണ് നമ്മൾ പറയുന്നത്. അതായത് ഈ ഭരണത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വീഴ്ച ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇടതുമുന്നണി യോഗത്തിൽ ഈ പറയുന്ന രീതിയിൽ ഇവർ ആരും ഒരു ആരോപണം ഉന്നയിച്ചില്ല? അല്ല, ഇവര് പറയുന്നത് വിശദമായ പരിശോധന ജനുവരിയാണെന്നാണ് പറയുന്നത്. അല്ല, നോട്ട് പുസ്തകവും പേപ്പറും വാങ്ങിച്ചു കൊടുത്തിരിക്കുവാന്നോ? ഇതൊക്കെ പോയിട്ട് കണ്ട് LDF മുന്നണി യോഗത്തിൽ പറയാനായി പഠിക്കാനായി പറഞ്ഞു വയ്ക്കുമ്പോൾ തദ്ദേശം സിനിമയിൽ ശ്രീനിവാസൻ ചോദിച്ചതുപോലെ പ്രതിക്രിയാവാദവും അന്തർധാര ശക്തമായിരുന്നു. അപ്പൊ ആ അന്തർധാരയെ കുറിച്ച് നോട്ടിൽ എഴുതി കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടി ഇരിക്കുവാണ്. ഏതായാലും ആ ഒരു വേണ്ട കാര്യം ജനത്തിനറിയാം. ഇപ്പം CPM ചർച്ച ചെയ്തില്ലെങ്കിലും കോൺഗ്രസ് അത്ര കണ്ട് പണിയെടുത്തില്ലെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്ര അലർട്ടാണ്. അതുകൊണ്ടാണ് കേവലം ഒരു പാരഡി പാട്ട് പോലും ഇവർക്ക് ഇത്ര വേദനയുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങൾ അലർട്ടായതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കോൺഗ്രസിന് ഈ കിട്ടിയിരിക്കുന്ന വോട്ട്, ഇത്രയും സീറ്റ്, കോർപ്പറേഷൻ ഒക്കെ ആ മാറ്റത്തിൻ്റെ ഫലമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി അതിനൊരു വിമർശനമൊന്നും സംസ്ഥാന കമ്മിറ്റിയിലോ അല്ലാതെ അവർക്ക് ഉന്നയിക്കാൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർക്ക് PM ശ്രീ പദ്ധതിയിലും അല്ലാതെ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. RSSുമായി ചേർന്ന് നമ്മൾ വർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞ് ഗോവിന്ദനെ തിരുത്തിയ പിണറായി വിജയൻ RSSന് വേണ്ടി വിടുപണി ചെയ്യാൻ PM ശ്രീ പദ്ധതിയിൽ RSSന്റെ പരിപാടിയാണ്. അതിനുശേഷം പ്രൈം മിനിസ്റ്ററുടെ എന്നല്ലേ പറഞ്ഞോളൂ, ആ പരിപാടിക്ക് വേണ്ടി ഇവർ കൈ കൊടുക്കാൻ പോയി ഡൽഹിയിൽ. ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വക്കാലത്തുമായി നടക്കുന്ന മനുഷ്യൻ ഉപദേശിച്ച് പടുകുഴിയിലേക്ക് ചാടിക്കഴിഞ്ഞു. അപ്പോൾ അത് ഈ പറയുന്ന രീതിയിൽ ഈ VC-മാരെ നിയമനം ഇപ്പൊ ഇങ്ങനെ പിണറായി വിജയൻ ഹിന്ദുവിൽ വന്ന ലേഖനം തന്നെ എടുത്തില്ല, മലപ്പുറത്തുകാരെ വിമർശിച്ചു. അപ്പോ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ പിണറായി വിജയന്റെ പടിയിറക്കമാണ് എന്നുള്ള കാര്യം ഉറപ്പ്. അത് അദ്ദേഹത്തിലെ രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഭരണ നൈപുണ്യതയിൽ അദ്ദേഹം പരാജയമാണതിന്റെ ഏറ്റവും വലിയ തെളിവ്. ഇന്നലെ ഒരു ഗർഭിണിയായ സ്ത്രീയെ ഒരു പോലീസുകാരൻ ചെവിട്ടിനടിക്കുന്നു. അത് കണ്ട് നമ്മൾ ആകെ തകർന്നു പോയി. കാര്യം എന്ന് വെച്ചാൽ അത് ആ സ്ത്രീ അവരുടെ സ്വന്തം ഭർത്താവിനെ കാരണമില്ലാതെ പിടിച്ചോണ്ട് പോയി. അതായത് അദ്ദേഹത്തിന്റെ സ്ഥാപനം നോർത്ത് പോലീസ് സ്റ്റേഷൻ, നമ്മുടെ ഇവിടെ നോർത്ത് പോലീസ് സ്റ്റേഷനെ നമ്മുടെ എന്റെ നാട്ടിലെ അരൂർ SHO ഈ പ്രതാപചന്ദ്രൻ, അല്ലെങ്കിൽ പ്രതാപചന്ദ്രൻ എന്നല്ലേ ഞാൻ മറന്നുപോയി. ഏതായാലും ഈ പ്രതാപചന്ദ്രൻ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ അവിടെ ഏതോ ഹോട്ടൽ ജീവനക്കാരെ, അത് ഇദ്ദേഹം വഴി കൂടെ പോണവരെ തോളിൽ കയറുന്ന ഒരു പോലീസ് ഓഫീസർ എന്നാണ് ഒരു സ്വിഗ്ഗി ജീവനക്കാരൻ ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു മാസം മുന്നേ വെറുതെ ഇരുന്ന ഒരു പയ്യനെ നോർത്ത് പാലത്തിന്റെ താഴെ ഇരുന്നവർ. ഇവർക്കൊന്നും ആവശ്യമുള്ള കുറ്റക്കാരെയൊന്നും കിട്ടത്തില്ല. കഞ്ചാവ് വെച്ചോണ്ടിരിക്കണവന്മാരെയൊന്നും പിടിക്കാൻ അവർക്ക് അറിയത്തില്ല. കഞ്ചാവും വലിച്ച് സ്റ്റേഡിയത്തിന്റെ അവിടെ ഇവിടേക്ക് ഇരിക്കണം ഒരുത്തനെ അവർ പിടിക്കത്തില്ല. അവർ വെറുതെ പോകുന്ന പയ്യന്മാരെ ചെപ്പക്കുറ്റി കടിക്കുക. അങ്ങനെ ഈ പ്രതാപചന്ദ്രൻ ഒരു സാധാരണക്കാരൻ സ്വിഗ്ഗിയിൽ ഒരു മാൻ പവർ കൺസൾട്ടൻസി ജോലി ചെയ്യുന്ന ഒരു പയ്യനെ ചെന്ന് ചെപ്പാക്കുറ്റിക്ക് അടിച്ച് ആ പയ്യനെ പിടിച്ചോണ്ട് പോയി. അന്ന് ഒരു ഇൻസിഡന്റ് ഉണ്ടായ ഒരാളാണ്. ഈ ഹോട്ടലിന് മുന്നിൽ ഈ നമ്മൾ ഈ പറഞ്ഞ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹോട്ടലിന് മുന്നിൽ 2 ആൾക്കാരെ ഈ പോലീസുകാരൻ മർദ്ദിക്കുന്ന രംഗം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ പറയുന്ന സ്ത്രീയുടെ ഭർത്താവിനെ പിടിച്ചോണ്ട് പോകുമ്പോൾ അവർ സ്റ്റേഷനിലേക്ക് ചെന്ന്, ഇത് 1 വർഷം മുമ്പ് നമ്മൾ ജോലി ചെയ്യുന്ന അവസരം തന്നെ ഉണ്ടാകുന്നത്, ഇവർ പോലീസ് സ്റ്റേഷനിൽ ഇറക്കാൻ ചെല്ലുന്നൊക്കെ വലിയ വാർത്തയായിരുന്നു. അങ്ങനെ ഇവരെ കാരണത്തടിച്ചത് ഇവർ CCTV ദൃശ്യം വേണമെന്ന് കോടതി വഴി ആവശ്യപ്പെട്ട് പുറത്ത് വരുമ്പോൾ
പോലീസ് ഇതാണോ പോലീസ്, ഇടിയൻ പോലീസ്? പക്ഷെ പിണറായി വിജയൻ ഇപ്പോൾ ഈ പറയുന്ന ഭരണം തീരാൻ പോകുന്ന അവസരം ആയതുകൊണ്ടാണ് ഈ സസ്പെൻഷൻ ഓർഡർ ഇട്ടത്. ഈ പ്രതാപചന്ദ്രൻ അരൂര് നിങ്ങളുടെ നാട്ടിൽ SHO ആണ്. ഈ പ്രതാപചന്ദ്രൻ ഇന്നലെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? അദ്ദേഹം സംസാരിച്ചപ്പോൾ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ നിങ്ങൾ സംസാരിച്ചത്. പോലീസുകാരാണെങ്കിലും ബഹുമാനപ്പെട്ട പോലീസുകാരായ ഉദ്യോഗസ്ഥരോട്, സർ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ജീവിക്കുന്നത് അരിയാഹാരം കഴിച്ച് തന്നെയാണ്, ഞങ്ങൾക്കും മനസ്സിലാകും നിങ്ങൾ പറയുന്നത് എത്രത്തോളം കള്ളമാണെന്ന്. കാര്യം നമ്മുടെ ഇവിടെ സംസാരിക്കുമ്പോൾ നമ്മുടെ ചീഫ് എഡിറ്റർ നന്ദകുമാർ പറയാറുണ്ട്, അദ്ദേഹം പറയാറുണ്ട്, സാർ പറയാറുണ്ട്, എന്താണ് നമ്മൾ ഒരു കേസിനെ ഏത് രീതിയിലും വളച്ചൊടിക്കാൻ ഇവിടുത്തെ പോലീസിന് കഴിയാമെന്നുള്ളത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അത് നമ്മൾ പറയുന്നില്ല, കാരണം അത് തെളിയട്ടെ. അപ്പോൾ അങ്ങനെ ഒരു യുവതിയെ കുറ്റിക്കടിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ആ ഭർത്താവിനെ രക്ഷിക്കാനായി ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതിന് അവർ കുട്ടികളെടുത്തെറിയാൻ നോക്കുന്ന കഥയുണ്ടാക്കി. ഞാൻ പെട്ടെന്ന് ആ പെണ്ണ് ഗർഭിണിയായ ഞാൻ എന്റെ പെട്ടെന്ന് വൈഫിനെ ഓർത്തു പോയി. എന്റെ വൈഫ് ഇപ്പൊ 6 മാസം ഗർഭിണിയാണ്. ഗർഭിണിയായ ഒരു അടിയെന്ന് പറയുമ്പോണ്ടല്ലോ, അവർക്ക് ഏറ്റവും ഷോക്ക് അവരുടെ കുഞ്ഞിന് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് വരും. അതിന് ഈ പോലീസുകാരൻ പറഞ്ഞത് സ്ത്രീകളായിട്ടുള്ള 2 പോലീസ് കോൺസ്റ്റബിൾമാർ പിടിക്കുമ്പോൾ അതിൽ ഒരാളുടെ യൂട്രസ് റിമൂവ് ചെയ്ത സ്ത്രീയാണ്. അങ്ങനെ ഞാൻ ചോദിക്കുന്നത്, യൂട്രസ് റിമൂവ് ചെയ്തതും ഇതുമായി എന്ത് ബന്ധം? അപ്പോൾ ഏതായാലും ഒരു കള്ളം പറയുമ്പോൾ, ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി പറയുമ്പോൾ, ബഹുമാനപ്പെട്ട പോലീസുകാരെ, നിങ്ങൾ ഈ കഥ പറയുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന കഥയാണെന്ന് മനസ്സിലാക്കാതിരിക്കാൻ നമ്മളാരും പൊട്ടബുദ്ധിക്കാരൊന്നുമല്ല, പൊട്ടന്മാരല്ല, അരിയാഹാരം തന്നെ നമ്മൾ കഴിക്കുന്നത്. അപ്പം നമുക്കിത് മനസ്സിലാവും. അപ്പോൾ ഈ പോലീസുകാരൻ ഇന്നലെ ഇവിടെ നിന്ന് നമ്മുടെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മെയിൻ ചാനലുകാരെല്ലാം മൈക്കുമായി ചെന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അയാൾ ഉണ്ടാക്കുന്ന അടുത്തൊരു കഥയാണ്. ഏതായാലും പിണറായി വിജയന് പിടിച്ചു നിൽക്കാൻ വയ്യ. പോലീസ് കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുന്നെയാണ് സുജിത്ത് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരൻ പയ്യൻ ഇങ്ങനെ തല്ലിയ വാർത്ത നമ്മൾ കണ്ടത്. ഇങ്ങനെ നിരവധി വാർത്തകൾ നമ്മൾ കണ്ടു. നമ്മൾ നിരവധി വാർത്തകൾ പോലീസിൻ്റെ കണ്ടു. അപ്പോൾ ഈ ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ കണ്ടകശനി അദ്ദേഹത്തിനെ ബാധിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിനെ കൊണ്ടേ പോവുള്ളൂ. അദ്ദേഹം പടിയിറങ്ങുകയാണ്. അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയിൽ CPM അദ്ദേഹം ഒറ്റപ്പെട്ടു തുടങ്ങി. അദ്ദേഹത്തിന് ഇനിയൊരു 3ാമതൊരിക്കൽ കൂടി ഭരണം കിട്ടും എന്ന് പാർട്ടി പോലും ധരിക്കുന്നില്ല. പക്ഷേ ഈ ഇലക്ഷനെ നയിക്കേണ്ടത് അദ്ദേഹമാണ് എന്ന് കൂടി ഒരു കോടാലി അദ്ദേഹത്തിന് വെച്ചെടുത്ത് അദ്ദേഹം MLA ആകാൻ മത്സരിക്കില്ല എന്നൊരു തീരുമാനവും പാർട്ടിക്കകത്ത് പറയുന്നുണ്ട്. അഥവാ അദ്ദേഹം മത്സരിച്ചാൽ തന്നെയും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കാണിക്കില്ല. VS എങ്ങനെ ഒതുക്കിയിരുത്തിയോ അതുപോലെ അദ്ദേഹത്തിനെ ഒതുക്കിയിരുത്തും. കാലം ചില കണക്കുകൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ തീർക്കാറുണ്ട്. VS ഒതുക്കിയിരുത്തി അതുപോലെ പിണറായിയെ ഒതുക്കി ഒരു മൂലയിൽ ഇരുത്തിയിട്ട് വേറെ ആരെയെങ്കിലും അവർ പ്രതിപക്ഷ നേതാവായിക്കൊണ്ട് വേണമെങ്കിലും വെക്കും. അത് കാലത്തിൻ്റെ കാവ്യനീതിയായിരിക്കും. അല്ലെങ്കിൽ പിണറായിയെ മത്സരിപ്പിക്കില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിക്കാൻ അദ്ദേഹത്തിനെ ഏൽപ്പിക്കും. അതായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഏതായാലും പിണറായിയുടെ പടിയിറക്കം എന്ന് തന്നെ നമുക്ക് അതിൻ്റെ സൂചനകൾ നമുക്ക് നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള സുഹൃത്തുക്കൾ വഴിയും അല്ലാതെ നമുക്ക് കിട്ടുന്ന വാർത്തകൾ വഴിയും അറിയുന്നുണ്ട്. അതിന് ഉത്തമ ഉദാഹരണം ഇപ്പോൾ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു. പിന്നെ ഒരു കാര്യം കൂടി ഇതിൽ പറയേണ്ടി വരും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നോർത്ത് ബ്ലോക്കിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ഒരു മഹാനെ കൊണ്ടിരുത്തിയോ അന്ന് മുതൽ ശനിദശ അദ്ദേഹത്തിന് ആരംഭിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ആ പേര് പോലും നമ്മൾ പറയുന്നില്ല. പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ഒരു മഹാനെ എന്ന് പോലീസ് വകുപ്പ് ഏൽപ്പിച്ചോ? ഞാൻ പറയണ്ടല്ലോ, വേണ്ട, നമ്മളാരും പറയണ്ട. അതിന് നമുക്കാരോടും വ്യക്തിവിരോധമൊന്നും. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നത് ഈ പറയുന്ന പോലെ തുഫേൽ എന്നോട് തമാശയ്ക്ക് പറയുന്നത് പോലെ പൊളിറ്റിക്കലി ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അതിലൊരു കൃത്യമായിട്ട് ഒരു വിവരണമാണ് ഈ പറയുന്നത്. അപ്പോൾ ശശിയെ എന്ന് അവിടെ കൊണ്ടിരുത്തിയോ അന്ന് മുതൽ പല സഖാക്കളും പറഞ്ഞിരുന്നു, ഇതാ ഇദ്ദേഹത്തിൻ്റെ കൗണ്ട് ഡൗൺ കൃത്യം ഈ ഭരണം കഴിയുമ്പോൾ ഈ പാർട്ടിയുടെയും കൗണ്ട് ഡൗൺ ആരംഭിക്കുമെന്ന്. അത് തന്നെയാണ് സംഭവിക്കുന്നത്. അതിനെ ബഹുമാനപ്പെട്ട പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹത്തിന് കഴിയുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പിണറായി പടിയിറങ്ങുന്നു.